CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള നീക്കങ്ങൾ ED അതിവേഗത്തിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന പരമ്പര റെയ്ഡുകളിൽ കേസിന് ആധാരമായ കള്ളപ്പണ ഇടപാടുകളുടെ നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന സൂചന. വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്താൻ തക്കവണ്ണമുള്ള കൃത്യമായ രേഖകൾ കൈവശമുണ്ടെന്ന് ഉറപ്പിക്കുന്ന ED ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും പ്രാഥമികമായ വിശകലനം കൊച്ചി സോണൽ ഓഫീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഡൽഹിയിലെ ED ഡയറക്ടറേറ്റിന് പ്രത്യേക റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. കേന്ദ്ര ഡയറക്ടറേറ്റിൽ നിന്നുള്ള അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകാനാണ് നീക്കം. കേവലം ഒരു ചോദ്യം ചെയ്യലിനപ്പുറം തെളിവുകൾ നിരത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന വാദമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിന്റെ വ്യാപ്തി CMRL ഡയറിയിലെ മറ്റ് പ്രമുഖരിലേക്കും നീളുകയാണ്. കമ്പനിയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരെ കേന്ദ്രീകരിച്ചുള്ള തെളിവ് ശേഖരണവും സമാന്തരമായി ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് വിവരങ്ങളുടെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുന്നതിനൊപ്പം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും CMRL MD ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം വരുന്നതോടെ കേസിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് വഴി തുറക്കുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത്. അതേസമയം EDയുടെ ഈ അതിവേഗ നീക്കങ്ങളെ നിയമപരമായി തടയാൻ CMRL മാനേജ്മെന്റും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ED അന്വേഷണത്തിന്റെ തുടർച്ച തടയണമെന്നും റെയ്ഡ് നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കമ്പനി ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടുത്തി പ്രതിരോധം തീർക്കാനാണ് കർത്തയുടെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതകളും പ്രതിഭാഗം സജീവമായി പരിശോധിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ ഉലച്ച തെരുവ് യുദ്ധത്തിന്റെ നിയമ നടപടികളും സമാന്തരമായി തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ED സംഘത്തെയും അവരുടെ വാഹനവ്യൂഹത്തെയും വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ CPM അണികൾക്ക് മേൽ നിയമക്കുരുക്ക് മുറുകുകയാണ്. കേസിൽ അറസ്റ്റിലായ 13 CPM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 18 CPM DYFI പ്രവർത്തകരാണ് ഈ ആക്രമണ കേസിൽ ഇതുവരെ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ ആക്രമണ കേസ് EDക്ക് തങ്ങളുടെ വാദങ്ങൾ ശക്തമാക്കാനുള്ള ആയുധമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ സ്വാധീനവും കായിക ബലവും ഉപയോഗിച്ച് അട്ടിമറിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവായി ഈ തെരുവ് ആക്രമണത്തെ ED കോടതിയിൽ ഉയർത്തി കാണിക്കും. പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനും കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ അക്രമ സംഭവം പ്രോസിക്യൂഷന് സഹായകരമാകും.